ഇന്നത്തെ ഒരു കറക്കം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും. കാര്യം എന്നാന്ന് വഴിയേ പറയാവേ. ഈ ഒരാളുടെ പോക്ക് കണ്ടാൽ തോന്നും രാത്രി ഏതോ സ്കൂളിൽ പഠിക്കാൻ വിടുവോ ട്യൂഷന് വിടുവോ ഒക്കെയാണല്ലേ. ഭാഗ്യം തൂക്കിയൊക്കെ പോന്നു. സംഭവം അതൊന്നുമല്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു മൂവി കാണാൻ പോവുക. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു തള്ളലായിട്ടോ പൊക്കച്ചായിട്ടോ ഒക്കെ തോന്നും. എന്നാലും വേണ്ടില്ല, തള്ളി ഇറങ്ങും മറിക്കും. തള്ളി തള്ളി ഇന്ന് അറബിക്കടലിൽ ഞാൻ നികത്തുമെന്ന് തോന്നും. എന്തായാലും പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു മൂവിക്ക് പോവാന്ന്. മൂവിയുടെ പേരാതെന്ന് ചോദിച്ചാൽ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ബിജു മേനോൻ്റെയും നമ്മുടെ ജോജു ജോസഫിൻ്റെയും പടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ആ മൂവിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ ഒരാൾ അഭിനയിക്കുന്നുണ്ട് ആ മൂവിയിൽ. അതാണ് ഈ എക്സൈറ്റ്മെൻറ്റ്. സാധാരണ മൂവി കാണാൻ പോകുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സന്തോഷവും എന്താ പറയുക ത്രില്ലും ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു മൂവിക്ക് എക്സൈറ്റ്മെൻറ്റ് വരാനുള്ള മെയിനായിട്ടുള്ള കാര്യം അതാണ്. അതിപ്പോൾ എൻ്റെ മുഖം കാണുമ്പോഴേ അറിയല്ലേ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ. നമ്മുടെ ഫാമിലിയിലെ ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരാളാകട്ടെ. ഇപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത്. തള്ളാന്നോ ഞാൻ നിങ്ങളെ പറ്റിക്കുവാന്നോ ഒക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. എനിക്കറിയാം അങ്ങനെ വിചാരിക്കുള്ളൂ. ഞാൻ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. നമുക്ക് സ്ക്രീനെ കാണാമെന്നേ, അപ്പോൾ വിശ്വസിക്കാമല്ലോ. ഇനി അതല്ല, നമ്മളിൽ ആരാണ് മൂവിയിൽ അഭിനയിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല ക്ലൂ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. നമുക്ക് നോക്കാമല്ലോ ആർക്കൊക്കെ മനസ്സിലായെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ റീമോളിൽ വന്നു. മൂവി കാണാൻ വേണ്ടിയിട്ട് വോക്സിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തേക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് റീമോളിലോട്ടൊരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. പെട്ടെന്ന് ചെല്ലുന്ന ഇത് എക്സൈറ്റ്മെൻറ്റ് കൂടി പോയാർന്നായിരിക്കും. കുറേ ദൂരമുള്ളല്ലേ, ചവിട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ലതേ. ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ തള്ളെന്നൊക്കെ പറഞ്ഞാൽ അപാര തള്ളലായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ സ്ക്രീനിൽ. അപ്പോൾ ശരി, പോയേച്ചും വരാം.